ഹലോ, ഇന്നൊരു മടക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദ ഇടുക. അതിനകത്തേക്ക് ഉപ്പും കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ചെറിയ ബോൾസാക്കി അതെല്ലാം ഒന്ന് പരത്തിയെടുത്ത് വെക്കാവേ. ആദ്യത്തെ ലെയർ ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കുക. മൈദ പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 ലെയറെങ്കിലും ചെയ്തെടുക്കണമേ. ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ട് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഈ ഓരോ പീസും വീണ്ടും നീളത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണമേ. അതിനുശേഷം തിളച്ച എണ്ണയിലിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേറൊരു പാനിൽ പഞ്ചസാരയും കുറച്ച് വെള്ളവും 2 ഏലക്കായും കൂടി ഇട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാവേ. ഇനി ഈ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ മടക്കും ഇട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഹലോ, ഇന്നൊരു മടക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദ ഇടുക. അതിനകത്തേക്ക് ഉപ്പും കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ചെറിയ ബോൾസാക്കി അതെല്ലാം ഒന്ന് പരത്തിയെടുത്ത് വെക്കാവേ. ആദ്യത്തെ ലെയർ ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കുക. മൈദ പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 ലെയറെങ്കിലും ചെയ്തെടുക്കണമേ. ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ട് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഈ ഓരോ പീസും വീണ്ടും നീളത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണമേ. അതിനുശേഷം തിളച്ച എണ്ണയിലിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേറൊരു പാനിൽ പഞ്ചസാരയും കുറച്ച് വെള്ളവും 2 ഏലക്കായും കൂടി ഇട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാവേ. ഇനി ഈ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ മടക്കും ഇട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്.